ഇത് ചെറിയ കവറിലാണ് നിൽക്കുന്നത്. ഇതിപ്പം ഡ്രമ്മിലേക്ക് മാറ്റാനായിട്ട് നിൽക്കുന്നതാണ്. കോട്ടയം കുറവലങ്ങാട് ബ്രാഞ്ചിലാണ് നമുക്ക് ഈ കാണുന്ന സപ്പോട്ട. സപ്പോട്ട എന്ന് പറഞ്ഞാൽ നമ്മളെ ബനാന സപ്പോട്ടയാണ്. ബനാന സപ്പോട്ട ഇതുണ്ടോ, ഈ രീതിക്കാണ് നമുക്ക് കായൊക്കെ അത്ര നീളം വരണുള്ളൂ, ഓവറായിട്ട് നീളം വരുന്നില്ല. അതുപോലെ തന്നെ ഇതാ ബനാന സപ്പോട്ടയുടെ കായുടെ നീളമൊക്കെ ഈ കാണുന്ന രീതിയിൽ കണ്ടമാനം പിടിച്ചിരിക്കുന്ന ഒരു സപ്പോട്ട ഈ കോട്ടയം കോലങ്ങാട് ബ്രാഞ്ചിൽ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരെണ്ണമാണ് ഇത്രയും കണ്ട് നല്ല രീതിയിൽ പിടിച്ചിട്ടുള്ളത്. ഒരു കൊലയിലൊക്കെ 5ഉം 6ഉം 7ഉം ഒക്കെ ഉണ്ട്. അപ്പോൾ വിയറ്റ്നാം സൂപ്പർ അർലി പ്ലാവിൻ്റെ നല്ലൊരു സ്റ്റോക്ക് കോട്ടയം കുറവലങ്ങാട് ബ്രാഞ്ചിൽ എത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ ചക്കയോട് കൂടിയുള്ള പ്ലാന്റുകൾ കോട്ടയം കുറവലങ്ങാട് ബ്രാഞ്ചിൽ നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ ചക്ക എന്ന് പറഞ്ഞാൽ ഒരുപാട് ചക്കകളൊക്കെ ഉള്ള പ്ലാവുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പേരക്കായും കണ്ടോ, നിറയെ പേരക്കായുള്ള പ്ലാന്റുകളാണ് നമ്മളതിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല രീതിയിൽ ഗ്രോത്തുള്ള ഒരുപാട് പ്ലാന്റ് നമ്മളതിൽ അവൈലബിൾ ആണ്. വെട്ടേട്ടനാണ് നമ്മളെ കോട്ടയം കുറവലങ്ങാട് ബ്രാഞ്ചിൻ്റെ വെട്ടേട്ടൻ. വെട്ടേട്ടാ, 1-2 ഐറ്റംസുകളൊന്ന് പരിചയപ്പെടുത്തിക്കണേ നമ്മുടെ. ഇതാണ് തായ്പിങ്ക് പേര. കുറച്ച് കായുള്ള പേരയുണ്ട്. ഇതിൻ്റെ തൈകളും നമുക്ക് ഒത്തിരി ലഭ്യമാണ് ഇവിടെ. പിന്നെ ഇത് നമ്മുടെ ഇപ്പോൾ ഏറ്റവും മാർക്കറ്റിൽ ട്രെൻഡായിട്ടുള്ള J33 പ്ലാവാണ്. നല്ലതായിട്ട് സെയിലുണ്ട്, ഒത്തിരി ആവശ്യക്കാരുണ്ട് ഇതിന്. ഇത് പിന്നെ നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡ് പേരയാണ് ജപ്പാന്റെ റെഡ് ഡയമണ്ട് പേര. ഇത് കായെല്ലാം പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് വിത്തേല്. ഇത് കണ്ടു, ഇതാണ് ജപ്പാന്റെ റെഡ് ഡയമണ്ട് പേരയുടെ തൈ വന്നിരിക്കുന്നത്. നിറച്ച് കായും പൂവായിട്ടാണ് വന്നിരിക്കുന്നത്. ഒത്തിരി കളക്ഷൻ ഉണ്ട്. ഇതിന്റെ ബാക്കി അപ്പുറം ഇരിപ്പുണ്ട്. ഇത് തന്നെ അതിൻ്റെ തന്നെ വയലറ്റ് പേരയാണ്. റെഡ് ഡയമണ്ടിന്റെ തന്നെ വയലറ്റ് പേരയാണ്, സീഡ്ലെസ് പേരയാണ്. ഇതും ഇപ്പം മാർക്കറ്റിൽ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന പേരയാണ്. അപ്പോൾ ഈ കാണുന്ന സപ്പോട്ട എന്നെ കായെന്ന് നോക്കിയാണ്. സപ്പോട്ടയുടെ ഒരു ഭ്രാന്ത് പിടിച്ചിട്ടുള്ള കായ ഇതാ നിറയെ. ഇത് കോട്ടയം കുറവലങ്ങാട് ബ്രാഞ്ചിലാണ്. നല്ല രീതിയിൽ കണ്ടമാനം കായ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. തലങ്ങും വിലങ്ങും കായാണ്. ഇത് ഏതൊക്കെ നോക്കിയാലും കായാണ്. ഇതൊരു 2 മാസമായുള്ളൂ കൊണ്ടുവന്നിട്ട്. അപ്പോൾ കൊണ്ടുവരുമ്പോൾ 2-3 കായ ഉണ്ടായിരുന്ന. ഇപ്പോൾ അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം പിടിച്ചിരുന്ന എല്ലാ ഔത്തേലും 6 കാ 5 കാ 4 കാ വെച്ചുണ്ട്. ഒരു 200 കായെങ്കിലും ഇപ്പോൾ ഇവത്തേൽ മൊത്തം ഉണ്ട് ഈ മരത്തേൽ.